ശരിക്കും ഇപ്പോൾ കുറേ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അതായത് ആയ കാലത്ത് യു എയിലേക്ക് അല്ലെങ്കിൽ ഗൾഫിൽ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നു. ഒരു 10, 35, 40 വർഷം അയാളുടെ യൗവനവും പിന്നെ ബാക്കിയുള്ള കാലഘട്ടവും എല്ലാം അവിടെ ജോലി ചെയ്യുന്നു. ഉണ്ടാക്കുന്ന പൈസയുടെ 90% നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. നാട്ടിൽ അവരുടെ ഫാമിലി സുഖമായിട്ട് ജീവിക്കുന്നു. ഇയാളവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ ഉള്ളൊരു ഏരിയയാണ് GCC കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ പല ആൾക്കാരും ഇപ്പോൾ നാട്ടിൽ വീട് വെക്കുന്നതിന് പകരം യു എയിൽ തന്നെ ഫ്ലാറ്റും വീടും ഒക്കെ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാനായിട്ട് തുടങ്ങിയത് ഞാൻ ഈയിടെയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഉള്ളതാണെന്ന് തോന്നുന്നു. നിങ്ങൾ പറയണം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. കാരണം ഇപ്പം ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഞാൻ നാട്ടിലൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു. എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് ഇവിടെ താമസിക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ എപ്പോഴും ട്രാവലിംഗ് ആണ്. അല്ലെങ്കിൽ ഞാനൊരു NRI ആണ്. ഞാൻ 6 മാസത്തിൽ കൂടുതൽ ഇന്ത്യക്ക് പുറത്താണ്. എനിക്ക് ഇവിടെ ഒന്ന് താമസിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് എന്താ കാര്യം? എനിക്കും കൂടെ സന്തോഷം കിട്ടണ്ടേ? അപ്പം ഞാൻ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്ത് ഞാനൊരു വീട് വാങ്ങിച്ചിട്ട് എൻ്റെ ഫാമിലിയെയും കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു സന്തോഷമല്ലേ എന്ന് കരുതി ഇപ്പോൾ ദുബായിലും യു എയിൽ പല സ്ഥലത്തും ആളുകൾ വീടും വില്ലകളും ഫ്ലാറ്റുകളൊക്കെ വാങ്ങിച്ച് തുടങ്ങിയോ? അങ്ങനെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ഇപ്പോൾ യു എയിൽ മാത്രമല്ല, യു എയിൽ 2 തരത്തിലുള്ള ആളുകളാണ്. ഒന്ന്, റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ബിസിനസ് ക്ലാസ് ആളുകൾ, അവരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ രക്ഷപ്പെട്ട ഏത് മലയാളികൾ എടുത്ത് നോക്കിയാലും അതിൻ്റെ ബഹുഭൂരിപക്ഷം ആൾക്കാർ യു എയിൽ ബിസിനസ് ഉള്ളവരായിരിക്കും. ഇപ്പം യൂസഫ് അലിക്ക ആണെങ്കിലും ജോയ ലുക്കാസ് ആണെങ്കിലും ഈ താഴെ നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ബഹുഭൂരിപക്ഷം ആളുകൾ കേരളത്തിൽ നിന്നുള്ള ആളുകളല്ല, ദുബായിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളാണ്. ഇനി ദുബായ് മാത്രമല്ല, ഓസ്ട്രേലിയ, UK, കാനഡ ഇവിടെയൊക്കെയുള്ള ഒരു വിഭാഗം ആളുകൾ അവർ സെക്കൻഡ് ഹോം വാങ്ങിച്ച് അവിടെ റെൻറ്റിന് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ UK ഒരു ആദ്യം തന്നെ പോയി സെറ്റിലായി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോപ്പർട്ടി മേടിക്കും, ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഹോം മേടിക്കും, അത് റെൻറ്റിന് കൊടുക്കും. അങ്ങനെ ഒരു വിഭാഗം ആളുണ്ടായിരുന്നു. അപ്പോൾ ആ സെക്കൻഡ് ഹോം ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ദുബായിലേക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ ഹെറിറ്റേജ് ടാക്സ് ഒക്കെ വന്നതിന് ശേഷം അവരും ഈ പറഞ്ഞ പോലെ ദുബായിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് UK മലയാളീസ്, കാനഡ മലയാളീസ്. കാരണം അവിടെ ഹെറിറ്റേജ് ടാക്സ് ഇപ്പം എനിക്കിപ്പോൾ അവിടെ 10 കോടി രൂപയുടെ അസറ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ പിള്ളേർക്ക് കൊടുക്കുന്നതിന് വരെ ഞാൻ അത് നേരെ ദുബായിൽ കൊണ്ടുവന്ന് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലേ? അതെ. അപ്പോൾ എൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മുഴുവൻ ഈ പറഞ്ഞ പോലെ UK, കാനഡ, അമേരിക്ക അവിടെ നിന്നുള്ള ആളുകളാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ക്ലയൻസ്. അതേപോലെ തന്നെ ദുബായ്. ഞാൻ ചോദിച്ചത് ദുബായിലുള്ള ആൾക്കാർ ഇപ്പോൾ ദുബായിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഇൻവെസ്റ്റ് ഇപ്പോൾ അവരും ഇത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ചില അതിന് തികയാൻ ഇപ്പോൾ അത്രയും സാമ്പത്തികം എടുക്കാൻ പറ്റാത്ത ആളുകളൊക്കെ 2-3 ആളുകൾ ചേർന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. 2 സുഹൃത്തുക്കൾ ചേർന്ന് ഇപ്പോൾ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ദുബായിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ദുബായിൽ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് കിട്ടാനില്ല. ഇപ്പോൾ പല ആളുകളും പറയും ദുബായ് ഇപ്പോൾ ഭയങ്കര ബൂമിങ്ങിലാണ്, ഇപ്പം തകരും 2021 ആ ന്യൂസ് കേട്ടു, 2022 കേട്ടു, 2024 കേട്ടു. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന 2025, 26 ആവാറായി. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞ് 26, 25 തകരുമെന്ന് ന്യൂസ് കേട്ടു. ഇനി 27 തകരും എന്നുള്ള പ്രഡിഷൻസ് ഉണ്ട്. പ്രഡിഷൻസൊക്കെ നടക്കും, പക്ഷേ ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാര്യം അവിടെ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഇപ്പോൾ സുജിത്തിന് വേണമെങ്കിൽ ദുബായ് റെസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും, എന്നെ കേൾക്കുന്ന ആർക്ക് വേണമെങ്കിലും ദുബായ് റെസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ദുബായ് റെസ്റ്റ് ആപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഓരോ ദിവസം നടക്കുന്ന ട്രാൻസാക്ഷൻ, ഓരോ മാസം നടക്കുന്ന ട്രാൻസാക്ഷൻ, ഓരോ വർഷം നടക്കുന്ന ട്രാൻസാക്ഷൻ, ഇനി നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ നോക്കിയാലും ഗ്രാഫ് മേളിലേക്ക് അല്ലാതെ താഴേക്ക് പോകുന്നില്ല.